ബേസിക്കലി നമ്മുടെ പ്രൊഫഷൻ വൈസ് നമ്മൾ ഇതല്ല. സോ വൈ ആർ ഡൂയിങ് ദിസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വാട്ട് എക്സാക്ട്ലി യു ആർ ഡൂയിങ്. ഇത് ചെയ്യാനുള്ളൊരു വൈ എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് മൈ ലൈഫ് ഇറ്റ് സെൽഫ് ആക്ച്വലി. സൈക്കോളജിയിൽ പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ സൈക്കോമെട്രിക്സിൻ്റെ ഒരു പ്രോപ്പർ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഒരു US എന്നുള്ള സർട്ടിഫിക്കേഷനും കൂടെ കഴിഞ്ഞ് വന്നപ്പം ഐ എം കൈൻഡ് ഓഫ് കോൺഫിഡൻറ്റ് ഇൻ ദാറ്റ് ആക്ച്വലി. ആസ് എ എൻമൈൻസിൻ്റെ ഒരു CEO എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് സാറിൻ്റെ ഒരു വിഷൻ നമുക്ക് എങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം? മേക്കിംഗ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇൻ സമ്മൺസ് ലൈഫ്, അത് തന്നെയാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്നൊരു ഫോഴ്സ്. ബാച്ചിലേഴ്സിന് സ്പെസിഫിക്കലി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ജർമ്മനി ഡെഫിനറ്റായിട്ടും അവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. ഇപ്പോൾ പാരൻസ് ആണെങ്കിൽ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയുണ്ട്, ലാസ്റ്റ് ഇയർ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എങ്ങനെയാണ്. സോ പബ്ലിക് യൂണിവേഴ്സിറ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ ജർമ്മനിയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് ഒരു ചാൻസസ് ഒക്കെ എങ്ങനെയാണ്, അതിൻ്റെ ജോലി കിട്ടുമോ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ കുട്ടിയുടെ കയ്യിലിരിക്കും, ഇവിടുന്ന് പോകുന്ന കുട്ടിയുടെ കയ്യിലിരിക്കും. അതിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ ക്യാൻ ഗൈഡ് ദം പ്രോപ്പർലി. ആസ് എ കരിയർ കോച്ച് സാറ് കുറച്ച് കാലമായിട്ട് നമുക്ക് ഈ ഒരു ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ വൈ ആർ ഡൂയിങ് ദിസ്? കാരണം ബേസിക്കലി നമ്മുടെ പ്രൊഫഷൻ വൈസ് നമ്മൾ ഇതല്ല. അല്ല. സോ വൈ ആർ ഡൂയിങ് ദിസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വാട്ട് എക്സാക്ട്ലി യു ആർ ഡൂയിങ്. അതിനെങ്ങനെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ ആ ഏരിയ? നേരത്തെ പറഞ്ഞ പോലെ ഇതെൻ്റെ പ്രൊഫഷനല്ല. ബൈ പ്രൊഫഷൻ ഐ എം എ മെക്കാനിക്കൽ എഞ്ചിനീയർ. ഐ ഹാവ് മാസ്റ്റേഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഓൾമോസ്റ്റ് ഒരു 4+ years ഓഫ് എക്സ്പീരിയൻസ്. ഒരു ടോപ്പ് MNC, വേൾഡിൽ തന്നെ ഒരു ടോപ്പ് MNCയിൽ ഒരു ഹാവ് എ 4+ years ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. റൈറ്റ്. അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ ഇങ്ങനെയുള്ള ഫീൽഡുകളിലേക്കൊക്കെ ഇൻ ബിറ്റ്വീൻ ഹാവ് ഡൺ മൈ സിവിൽ സർവീസ് കോച്ചിങ് ആസ് വെൽ ആക്ച്വലി. അത് കഴിഞ്ഞിട്ടാണ് ഈ ഫീൽഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇത് ചെയ്യാനുള്ളൊരു വൈ എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് മൈ ലൈഫ് ഇറ്റ് സെൽഫ് ആക്ച്വലി. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറിങ് കഴിഞ്ഞു, മാസ്റ്റേഴ്സും കഴിഞ്ഞു. പക്ഷേ ഐ വാസ് നോട്ട് മെൻറ്റ് ഫോർ ദാറ്റ്. ഞാൻ ഒരിക്കലും ഒരു നല്ല എഞ്ചിനീയർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ ഒരു സൊസൈറ്റി എടുത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആളുകളും അവർക്ക് താല്പര്യമുള്ള ജോലിയല്ല ചെയ്യുന്നത്. എൻ്റെ വൈ ഇതാണ് ആക്ച്വലി. ഞാൻ ഒരുപാട് എനിക്ക് താല്പര്യമില്ലാത്തൊരു ഫീൽഡിലേക്ക് ഞാൻ പോയി. അവിടുന്ന് അത് റിയലൈസ് ചെയ്യാൻ എനിക്ക് ഒരുപാട് സമയമെടുത്തു. അതും തിരിച്ചു വന്നിട്ട് ഇപ്പം എനിക്ക് സന്തോഷം തരുന്നൊരു ജോലി എനിക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയമെടുത്തു. ഇത് ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ ജോലിക്ക് തന്നെ ആദ്യം പോയാൽ മതിയായിരുന്നു. സോ അത് പ്രോപ്പറായിട്ട് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്ത് കൊടുക്കുക, അവരുടെ പാഷനെ ഫോളോ ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. പാഷനെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡായിട്ട് എൻ്റെ പാഷൻ പൈലറ്റ് ആവുകയാണ്, ഞാൻ പോയിട്ട് പൈലറ്റ്, അതല്ല. അതിനെ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് അസസ് ചെയ്തിട്ട് നമ്മുടെ ഒരു ആപ്റ്റിറ്റ്യൂഡും നമ്മുടെ പേഴ്സണാലിറ്റി വൈസ് നോക്കിയിട്ടാണെങ്കിലും നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ആക്ച്വലി. ദാറ്റ്സ് ഹൗ ഐ ഗെറ്റിംഗ് ഇൻ ടു കരിയർ കോച്ചിങ്, സ്പെസിഫിക്കലി സൈക്കോമെട്രിക്സ്. സൈക്കോളജിയിൽ പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ സൈക്കോമെട്രിക്സിൻ്റെ ഒരു പ്രോപ്പർ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഒരു US എന്നുള്ള സർട്ടിഫിക്കേഷനും കൂടെ കഴിഞ്ഞ് വന്നപ്പം ഐ എം കൈൻഡ് ഓഫ് കോൺഫിഡൻറ്റ് ഇൻ ദാറ്റ് ആക്ച്വലി. അതാണ് ഈ ജേർണിയിലേക്കുള്ള ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ആക്ച്വലി. ഈ ഒരു ഫീൽഡിൽ ഇപ്പം കുറച്ചേലും വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വിഷൻ ഉണ്ടാവില്ല. നമ്മളൊരു വിഷനാണ് ശരിക്കും നമ്മളെ മുന്നോട്ട്, നമ്മളെ ഫോർവേഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്കൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ടുണ്ടാവുന്നത്. അപ്പം ആസ് എ എൻമൈൻസിൻ്റെ ഒരു CEO എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് സാറിൻ്റെ ഒരു വിഷൻ നമുക്ക് എങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം? എനിക്ക് തോന്നുന്നത് മുന്നും പല സ്ഥലങ്ങളിലും പല രീതിയിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് മേക്കിംഗ് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇൻ സമ്മൺസ് ലൈഫ്. അത് തന്നെയാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്നൊരു ഫോഴ്സ്. അതിന് ഞാൻ തിരഞ്ഞെടുത്തൊരു രീതി എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, നമുക്കൊരാളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, ആൾക്കൊരു സന്തോഷം പ്രോപ്പറായിട്ട് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു കരിയറിൽ ആളുണ്ടെങ്കിലായിരിക്കും ആ ഒരു ഹാപ്പിനെസ് അയാൾക്ക് ഉണ്ടാവുക. ഇപ്പം നമ്മളെ ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 100 ആളെ എടുത്തിട്ടുണ്ടെങ്കിൽ 95 ആൾക്കാരും സന്തോഷം ഇല്ല. അവർ ചെയ്യേണ്ട ജോലിയല്ല അവർ ചെയ്യുന്നത് ആക്ച്വലി. ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ജോലി ചെയ്യുന്നു. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഇസ്. റൈറ്റ്. ഇപ്പോൾ നമ്മളൊരു സിനാരിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഐ കംപ്ലീറ്റഡ് മൈ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഓൾമോസ്റ്റ് ഒരു 20 yearsൻ്റെ അടുത്തായി. അന്നുണ്ടായ സിനാരിയോയിൽ നിന്ന് ഇന്നുള്ള സിനാരിയോ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അന്നും കാര്യമായിട്ട് എല്ലാവരും പറഞ്ഞിരുന്നത് എഞ്ചിനീയറിംഗ് ആൻഡ് MBBS ആണ്. ഇന്ന് നോക്കുന്ന സമയത്തേക്കും നമുക്ക് സിനാരിയോസ് മാറിയിട്ടുണ്ട്. അന്ന് നമുക്ക് ഇൻഫർമേഷൻ കുറവായിരുന്നു, ഇന്ന് ഇൻഫർമേഷൻ്റെ ഓവർഫ്ലോ ആണ്. എന്നാലും കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. കുറേ ഓപ്ഷൻസൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കും. അൾട്ടിമേറ്റ്ലി ഒരു 90% ഓഫ് ദം എൻഡ് അപ്പ് ഇൻ എഞ്ചിനീയറിംഗ് ഓർ ഗോയിങ് ഫോർ എ റെപ്പീറ്റേഷൻ ഓർ സംതിങ്. പക്ഷേ ഇതൊക്കെ ഒരു പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ വേൾഡ് അത്രയും ഫാസ്റ്റ്ലി ഇവോൾവിങ് ആണ്. ഇന്നത്തെ സിനാരിയോ നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ലൈഫിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നു കയറിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ഇനി വരുന്ന കാലത്തേക്ക് ചിലപ്പം ഒരു ജോബ് എന്ന് പറഞ്ഞൊരു സിനാരിയോ ആർക്കും ഉണ്ടാവില്ല. കരിയേഴ്സ്, നമ്മുടെ സ്കിൽ സെറ്റാണ് അവിടെ മാറ്റർ ആവുന്നത്. സ്കിൽ സെറ്റ് എൻഹാൻസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ലൈഫ് എപ്പോഴും ഒരു കണ്ടിന്യൂസ് ലേണിങ്ങിൻ്റെ പ്രോസസ്സായിരിക്കണം. അത് ചെയ്യും വേണം. നമുക്ക് താല്പര്യമില്ലാത്തൊരു ഫീൽഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു സ്ട്രെസ് എൻവയോൺമെൻറ്റ് കൂടാനേ പോകുന്നുള്ളൂ.
സോ അവിടെ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ്, ദാറ്റ്സ് വാട്ട് ഐ എം എയിമിങ് ടു. ആ രീതിയിൽ തന്നെയാണ് നമ്മളുടെ സർവീസസ് പോകുന്നത്. ഇപ്പം സൈക്കോമെട്രിക്സ് ആണെങ്കിലൊക്കെ നമ്മൾ കൊടുക്കുന്ന സർവീസ് അതാണ്. നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ ഒരു പ്രൊഫൈൽ അനലൈസ് ചെയ്യുന്നു, അവരെ കൊണ്ടൊരു സൈക്കോമെട്രിക് അസസ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്നു. അതിന് ബേസ്ഡ് ആയിട്ടാണ് അവരുടെ ഒരു 2-3 സെഷൻസ് ഓഫ് കൗൺസിലിങ്ങിലാണ് നമ്മളൊരു പ്രോപ്പർ റോഡ് മാപ്പ്, കരിയർ റോഡ് മാപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ സർവീസ് ആക്ച്വലി ഒരു ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ നമ്മളെ അടുത്തേക്ക് ഈ സർവീസിന് വേണ്ടി വരുന്നത് മിഡിൽ ഈസ്റ്റിലുള്ള പാരൻസാണ്, ഓർ മിഡിൽ ഈസ്റ്റിലുള്ള സ്റ്റുഡൻസാണ്. അവരുടെ ഒരു സിനാരിയോ ശരിക്കും ഭയങ്കര നമ്മുടെ ഇവിടുത്തെ ഒരു സിനാരിയോയിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റാണ്. എന്താണെന്ന് വെച്ചാൽ, നല്ല കംഫർട്ടബിളായിട്ടാണ് സ്റ്റുഡൻസ് 12th വരെ ജീവിക്കുന്നത്. ഒരു സേഫ് സോണിലാണ് അവർ ജീവിക്കുന്നത്. 12th കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നോക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ അവർക്ക് ഓപ്ഷൻ ഇല്ല എന്നല്ല, കമ്പാരിറ്റീവ്ലി ഭയങ്കര കോസ്റ്റ്ലിയാണ്. സോ ഡെഫിനറ്റായിട്ടും ദേ ആർ ലുക്കിംഗ് ഇൻ ടു സം അതർ കൺട്രീസ്. കുറേ ആൾക്കാർ ഇന്ത്യയിലേക്ക് വന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു, കുറേ ആൾക്കാർ പല രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി നോക്കുന്നു. അപ്പോഴൊക്കെ ഞാൻ മിഡിൽ ഈസ്റ്റിലുള്ള പാരൻസിൻ്റെ അടുത്ത്, സ്പെസിഫിക്കലി ഇപ്പോൾ ദുബായ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെയുള്ള പാരൻസിൻ്റെ അടുത്ത് സംസാരിച്ചപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഇങ്ങനെ ഒരു സർവീസ്, അല്ലെങ്കിൽ അവർ നോക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാനുള്ളൊരു സർവീസസ് അവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഉണ്ടായിരിക്കാം, പക്ഷേ പല ആൾക്കാരും അവെയർ അല്ല. പിന്നെ അത് മാത്രമല്ല, കോസ്റ്റ് വൈസ് നോക്കുന്ന സമയത്തേക്ക് സർവീസസ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. സോ നമ്മളടുത്തേക്ക് വരുന്ന പാരൻസ്, ഇപ്പോൾ അധികം ആൾക്കാരും വരുന്നത് 3 കാറ്റഗറിയിലായിരിക്കും. ഇപ്പോൾ ഒരു 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന പാരൻസ് നമ്മുടെ അടുത്തേക്ക് ഒരുപാട് പേര് വരാറുണ്ട്. അവർക്ക് അറിയേണ്ടത് ബാച്ചിലേഴ്സ് എന്തെടുക്കണം, എവിടെ പോയി പഠിക്കണം എന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ട് വേണം 12th ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവർക്ക് ചാർട്ട് ചെയ്ത് കൊടുക്കുന്നത്, ഇവർക്ക് ഒരു സൈക്കോമെട്രിക് അസസ്മെൻറ്റ് നടത്തി കുട്ടീൻ്റെ സ്കില്ലും കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ താല്പര്യമുള്ളൊരു ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്ത്, എന്നിട്ട് ഏതായിരിക്കും ബാച്ചിലേഴ്സ് എവിടെയായിരിക്കും സൂട്ടബിൾ ആയിരിക്കുക, എന്തൊക്കെയായിരിക്കും ഓപ്ഷൻസ് ഉണ്ടാവുക, അതിനനുസരിച്ചിട്ട് എന്തൊക്കെ സബ്ജക്ട്സ് ആയിരിക്കും 12th ചൂസ് ചെയ്യുക. ഇതാണ് ഒരു ടൈപ്പ് ഓഫ് സർവീസസ് നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമത്തെ ഒരു കാറ്റഗറി എപ്പോഴും വരുന്നത് 11th പഠിക്കുന്ന സമയത്തേക്ക്, അല്ലെങ്കിൽ 12th പഠിക്കും. ഇപ്പം ഓൾമോസ്റ്റ് ഇപ്പോൾ എക്സാം കഴിഞ്ഞു, ഒരുപാട് പാരൻസ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒരുപാട് പാരൻസ് നമ്മൾ വിളിക്കുന്നുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്, ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ വേണ്ടിയിട്ട്. പല ആൾക്കാരും ചിലപ്പം നീറ്റിനൊക്കെ വേണ്ടിയിട്ട് റിപ്പീറ്റിനൊക്കെ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പാരൻസ് നമ്മൾ വിളിക്കുന്നുണ്ട്. ഭയങ്കര ഒരു പല സമയത്തും നമുക്കതൊരു ഭയങ്കര ഒരു നിസ്സഹായത ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പല കേസിലും പാരൻസ് അവർ ആദ്യമൊക്കെ നോക്കുന്നുണ്ടാവും ഓപ്ഷൻസ്. ഇപ്പോൾ US ഒക്കെ ആയിരിക്കും വന്നിട്ട് പറയുന്നുണ്ടാവും. പക്ഷേ നമ്മളതിനെല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് വരുന്ന സമയത്തേക്ക്, കോസ്റ്റിൻ്റെ വൈസൊക്കെ നോക്കുന്ന സമയത്തേക്ക് ചിലപ്പോൾ അതൊന്നും ഫീസിബിളായിട്ട് വരില്ല. അപ്പോൾ ഒരു പ്രോപ്പർ ഓപ്ഷൻ എടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അവർക്കതൊന്ന് എന്താ പറയുക, ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ ഒരുപാട് പാരൻസ് ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട്, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു സൈക്കോമെട്രിക് അസസ്മെൻറ്റ്, ഒരു കരിയർ കോച്ചിങ് എന്നുള്ള രീതിയിലേക്ക് സെഷൻസ് ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, മൊത്തത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. നീറ്റിൻ്റെ ഒരു കേസ് പറഞ്ഞുകൊണ്ട് ചോദിച്ചു. നീറ്റ് ഇപ്പം എക്സാം ഇപ്പോൾ വരാൻ പോവാണ് അടുത്ത മന്തിൽ. നീറ്റ് കഴിഞ്ഞിട്ട് MBBS പുറത്തേക്ക് പോകുന്ന പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ നാട്ടിൽ നിന്ന് MBBS അല്ലെങ്കിൽ BHMS BDS കഴിഞ്ഞിട്ട് ജർമ്മനി നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു കേസിലൊരു ടേക്ക് നമുക്ക് എന്താണ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? നീറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു MBBS പുറത്ത് പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മാസ്റ്റേഴ്സിന് ട്രൈ ചെയ്യുന്ന ആൾക്കാർ. ഈ MBBS പുറത്ത് പഠിക്കാൻ നോക്കുന്ന സ്റ്റുഡൻസ് ആക്ച്വലി നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി പോകാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് പോയി പഠിക്കുന്ന സ്ഥലം, ഒരു രാജ്യം മോശമാണ് നല്ലതാണ്, ആ ഒരു നല്ലത് മോശം എന്നുള്ളതിലേക്ക് ഞാൻ കടക്കുന്നില്ല. സ്റ്റുഡൻറ്റിന് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് പാരൻസിനും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് അവർ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ചില കേസിൽ ഇന്ത്യയിലേക്ക് വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, എക്സാം ക്ലിയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ സ്റ്റുഡൻറ്റ് പറയാറുണ്ട്. നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രം പോവുക. അതും എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, മാർക്കറ്റിംഗ് ഗിമ്മിക്സ് അവിടെ നടക്കുന്നുണ്ട്. അതൊന്നും കണ്ടിട്ട് പോകാതിരിക്കുക. കുറേ കൺട്രീസ് ഇപ്പം ഒരുപാട് കൺട്രീസ് പോകുന്നുണ്ട്. അപ്പം നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ട് മാത്രം അത് ചെയ്യാന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ അടുത്തേക്ക് ഇപ്പം ജർമ്മനി സ്പെസിഫിക് ആയിട്ട് അഡ്വാൻസ് ജർമ്മനിയിലേക്ക് കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം MBBS ഓപ്ഷൻസ് ചോദിച്ചിട്ട് വരാറുണ്ട്. പ്രാക്ടിക്കലി അത്ര എളുപ്പമുള്ള കാര്യമല്ല. നേരത്തെ നമ്മൾ ഒരു ബാച്ചിലേഴ്സിൻ്റെ കോംപ്ലിക്കേഷൻസ് അവിടെ വരാറുണ്ട്. സോ ഞാനത് അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഈ BDSഉം BHMS ഒക്കെ ഒരു സെയിം സിറ്റുവേഷനാണ്. ബാച്ചിലേഴ്സിന് സ്പെസിഫിക്കലി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ജർമ്മനി ഡെഫിനറ്റായിട്ടും അവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് വൈസ് നോക്കുന്ന സമയത്തേക്ക് ഒരു 30 lakhs ഉള്ളിൽ 3.5 വർഷത്തെ കോഴ്സിന് ഫീസ് വരുന്നുള്ളൂ. 12 years കഴിഞ്ഞിട്ട് അവർക്ക് പോവാം. ഒരു ഫൗണ്ടേഷൻ കോഴ്സ് മാത്രം ചെയ്താൽ മതി. ഒരുപാട് കോഴ്സ് ഓപ്ഷൻസ് ഉണ്ട് ആക്ച്വലി. ടെക്നിക്കൽ സൈഡിലേക്കാണെന്നുണ്ടെങ്കിലും മാനേജ്മെൻറ്റ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിലും ദേ ഡെഫിനറ്റ്ലി ഹാവ് എൻ ഓപ്ഷൻ.
അപ്പം US-ഉം UK ഒക്കെ നോക്കി ഫൈനാൻഷ്യലി എഫേർഡ് ചെയ്യാൻ പറ്റാത്ത ഫാമിലീസ് ഉണ്ടാവുമല്ലോ, അവർക്ക് ഡെഫിനറ്റായിട്ടും ജർമ്മനി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. അത് ഞാൻ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ അതായത് ഇന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിക്കോ എന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. പ്രോപ്പറായിട്ട് കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരുടെ അടുത്ത് സ്റ്റുഡൻറ്റ് കൺവിൻസ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്ത് അവിടെ പോയിട്ട് അവർ സെറ്റിൽ ആവുന്ന രീതിയിലേക്കുള്ള ഒരു ഇത് നമ്മൾ ഗൈഡൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. ജർമ്മനി ഡെഫിനറ്റായിട്ടും ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ജർമ്മനി ഡെഫിനറ്റായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. നമ്മളിപ്പോൾ ലാസ്റ്റ് നീറ്റിൻ്റെ ഒരു കേസിൽ തന്നെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കണം. നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരു സൈക്കോമെട്രിക്സ് ടെസ്റ്റോ അല്ലെങ്കിൽ അവർക്ക് ഒരു അങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം അങ്ങനെ എന്തെങ്കിലും നമ്മൾ സൈഡിൽ നിന്ന് ചെയ്യുന്നുണ്ടോ? അതിൻ്റെ ഒരു ചെയ്യുന്നുണ്ട് ആക്ച്വലി. അതിന് നമുക്ക് 2 തരത്തിൽ പറയാം. ഓൾറെഡി ഇപ്പം നമുക്ക് നീറ്റിന് ഒരു 4% താഴെ മാത്രമാണ് നീറ്റിന് നമുക്ക് സക്സസ് റേറ്റ്. ഓൾമോസ്റ്റ് 16-17 ലക്ഷം ആളുകൾ എഴുതിയിട്ട് 80,000-85,000 സീറ്റ്സ് എവിടെയുള്ളൂ. സോ 4-5% മാത്രമാണ് അതിൻ്റെ ഒരു സക്സസ് റേറ്റ്. അങ്ങനെ നോക്കുന്ന സമയത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു പ്രഷർ എൻവയോൺമെൻ്റ് ആണ് ഈ സ്റ്റുഡൻസിനും പാരൻസിനും. ആ ഒരു ഫേസ്, ആ ഒരു വർഷം സ്റ്റുഡൻസിനാണെങ്കിലും പാരൻസിനാണെങ്കിലും ഭയങ്കര ഒരു പ്രഷറൈസ്ഡ് ആയിട്ടുള്ളൊരു ഫേസാണ്. റൈറ്റ്. താല്പര്യമില്ലാതെയാണ് കുട്ടി പോകുന്നത്. അതായത് ഒരു പെട്ടെന്നുണ്ടായ ഒരു മോട്ടിവേഷൻ്റെ പുറത്താണ് ആ കുട്ടി പോകുന്നതെങ്കിൽ ആ കുട്ടിയുടെയും കാര്യം ബുദ്ധിമുട്ടാണ്, പാരൻസിൻ്റെയും കാര്യം ബുദ്ധിമുട്ടാണ്. പേഴ്സണലി ഐ എം ഡീലിംഗ് വിത്ത് എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ലൈക്ക് ദാറ്റ്. അപ്പം ഇതിലെനിക്ക് 2 കേസാണ് പറയാനുള്ളത്. ഒന്ന്, ഇപ്പം ഓൾറെഡി 12th റിസൾട്ട് വന്നിട്ട് നീറ്റിന് പോകുന്ന സ്റ്റുഡൻസ് ഉണ്ടാവില്ല, നീറ്റിന് ജോയിൻ ചെയ്യണമെന്നുള്ളത്. വാട്ട് ഐ സജസ്റ്റ് ഈസ് ആക്ച്വലി ഒന്ന് പ്രോപ്പറായിട്ട് അവരുടെ ഒരു അസസ്മെൻറ്റ് നമുക്ക് നടത്തണം. അവരുടെ ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഒരു അവയർനെസ്, അവർക്ക് അവരുടെ പറ്റിയിട്ട് തന്നെ ഒരു നല്ല അവയർനെസ് വേണം. റൈറ്റ്. എന്നിട്ട് മാത്രമേ അതിലേക്ക് പോകാൻ പാടുള്ളൂ. സൈക്കോമെട്രിക്സ് ഡെഫിനറ്റായിട്ടും അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഐ ഹാവ് കസ്റ്റമൈസ്ഡ് ഇറ്റ് സ്പെസിഫിക്കലി ഫോർ ദിസ് സ്റ്റുഡൻസ്. വി ക്യാൻ ഡൂ ദാറ്റ് ആക്ച്വലി. അപ്പം നമുക്ക് ഒരു എന്താ പറയുക, ഒരു പുഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പഠിക്കും. എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മൾ ഒരുപാട് പേര് നമുക്ക് ചെറുപ്പം തൊട്ടിട്ട് അങ്ങനെ നമ്മൾ ട്രെയിൻഡ് അല്ല. അപ്പോൾ പെട്ടെന്നൊരു എൻവയോൺമെൻറ്റിലേക്ക് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ഭയങ്കര പ്രഷറൈസ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലേക്ക് പോകുന്ന സമയത്തേക്ക് പല കുട്ടികൾക്കും അത് പറ്റാറില്ല. പല ആൾക്കാർക്കും എങ്ങനെ പഠിക്കണമെന്നറിയില്ല, എന്തൊക്കെ മാറ്റം അവരിൽ വരുത്തണം എന്നുള്ളത് അറിയില്ല. ആ ഒരു രീതിയിലേക്ക് നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. റൈറ്റ്. പിന്നെ പല എന്താ പറയുക, പല ആഡുകൾ കണ്ടിട്ടും അല്ലെങ്കിൽ പല ഒരു ഡ്രീമാണല്ലോ ഡ്രീമാണല്ലോ പലരും സെല്ല് ചെയ്യുന്നത്. അത് കണ്ടിട്ട് MBBSലേക്ക് എത്തിപ്പെട്ടിട്ട് ബുദ്ധിമുട്ടാവുന്നവരുണ്ട്. ഡാമേജ് ഹാസ് ഓൾറെഡി ബീൻ ഡൺ. ഒരു വർഷം എന്തായാലും അവർ അതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്തു. ആ ഒരു വർഷത്തെ പ്രഷർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇഫ് ദേ വാണ്ട് സം കൈൻഡ് ഓഫ് എ സൈക്കോളജിക്കൽ സപ്പോർട്ട്, ദേ വാണ്ട് സമൺ ടു ടോക്ക്. അതാണ് ഒരുവിധം സ്റ്റുഡൻസ് ഒക്കെ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം. വി ആർ പ്രൊവൈഡിങ് എ സർവീസ് ആസ് ലൈക്ക് ദാറ്റ് ഓൾസോ ആക്ച്വലി. നമ്മൾ പ്രോപ്പറായിട്ടും ഇവരുടെ ഒരു സ്കിൽസ് അസസ് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ടൊരു പ്ലാൻ പ്രൊവൈഡ് ചെയ്തിട്ട് വി ആർ ഗിവിങ് ദം എ ഫോളോ അപ്പ് ഓൾസോ ആക്ച്വലി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പാരൻസിനും അതൊരു ഡെഫിനറ്റായിട്ടും അവർക്കൊരു റിലീഫാണ്, സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിലീഫാണ്. ചില കോഴ്സസിൻ്റെ കേസിലേക്ക് വരികയാണ്. ഇപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ റീസെൻറ്റ് എൻക്വയറി വന്നിട്ടുള്ളതൊക്കെ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ സൈക്കോളജി, എക്കണോമിക്സ് കഴിഞ്ഞ ആൾക്കാർ, ഇങ്ങനത്തെ പല ഏരിയാസിലുള്ള ആൾക്കാരുടെ ഓപ്പർച്യൂണിറ്റീസ്. കാരണം അവർ പല നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ക്രെഡിറ്റ്സിൻ്റെ ഇഷ്യൂ ഉണ്ടാവാം, ചില ആൾക്കാർക്ക് മാർക്സിൻ്റെ ഇഷ്യൂസ് ആയിരിക്കും. കാരണം ഫിസിയോതെറാപ്പി പോലത്തെ കോഴ്സസിനൊക്കെ നമ്മുടെ നാട്ടിൽ ജർമ്മൻ ഗ്രേഡ് 2 താഴേക്ക് വരിക എന്ന് പറഞ്ഞാൽ നിയർ ടു ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയിലുള്ള കുറച്ച് സ്റ്റുഡൻസ് നോക്കുകയാണെങ്കിൽ ഫിസിയോതെറാപ്പി, സൈക്കോളജി അല്ലെങ്കിൽ എക്കണോമിക്സ് പോലത്തെ ആൾക്കാർക്ക് ജർമ്മനിയിലേക്കുള്ള ഓപ്ഷൻസ് പബ്ലിക്കിലുള്ളത് ഈ ഫിസിയോതെറാപ്പി ആൻഡ് സൈക്കോളജി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണല്ലോ. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സിനും ജർമ്മനിയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ജർമ്മനിയിൽ ഒരു ടോപ്പ് 5 ഓപ്പർച്യൂണിറ്റീസ് ഓർ സ്കിൽഡ് റിക്വയർമെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസിൽ ഡെഫിനറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഫിസിയോതെറാപ്പീൻ്റെയും സൈക്കോളജീൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് അവർക്ക് കുറവായിരിക്കും. ഇപ്പോൾ BSc ഫിസിയോതെറാപ്പി ചെയ്ത പോലെ MSc ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി കോഴ്സസ് ഉണ്ടാവില്ല. ചിലത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പോർട്സ് ഫിറ്റ്നസ് അങ്ങനത്തെ കോഴ്സസൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് തന്നെ അത്യാവശ്യം കോമ്പറ്റീറ്റീവും കൂടിയാണ്. അപ്പോൾ മാർക്ക് ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരു 52%, 55% ഒക്കെ മാർക്കുള്ള ആൾക്കാർക്ക് കിട്ടാനുള്ള ചാൻസസ് കമ്പാരിറ്റീവ്ലി കുറവാണ് അങ്ങനെയുള്ള കോഴ്സസ്. പിന്നെ അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ആയതുകൊണ്ട് ലാംഗ്വേജിൻ്റെ മേലെ അവർ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് വെൻ കംസ് ടു സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി സൈഡിലേക്കുള്ള കോഴ്സസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതും കോഗ്നിറ്റീവ് സൈക്കോളജി, ന്യൂറോ സയൻസ് അങ്ങനത്തെ ഓപ്ഷൻസൊക്കെയാണ് കൂടുതലുള്ളത്. അവർക്കും അത് കിട്ടാം ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഫിസിയോതെറാപ്പിനെ വെച്ച് നോക്കുന്ന സമയത്തേക്ക് സൈക്കോളജി ഓപ്ഷൻസ് ആർ ദർ ആൻഡ് കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ്. പക്ഷേ സൈക്കോളജി സൈഡിൽ ജർമ്മനിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ റിക്വയർ ജർമ്മൻ ലാംഗ്വേജ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ക്രക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സാധനം ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ്. എക്കണോമിക്സ് കഴിഞ്ഞ ആൾക്കാർക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി, എക്കണോമിക്സ് ഡെഫിനറ്റ്ലി ഇപ്പോൾ മേ ബി ഓപ്ഷൻസ് ഉണ്ട്, കോഴ്സസും ഓപ്ഷൻസും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട്. അത് ഈ 3 ഇയർ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് എക്കണോമിക്സിൽ അവൈലബിൾ ആണ്. നോട്ട് എ പ്രോബ്ലം. അവർക്കൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. ഇല്ല അത് പ്രശ്നമായിട്ട് വരുന്നില്ല. ഓപ്ഷൻസ് ഉണ്ട്. അത് ഇപ്പോൾ ഒരു പ്രോസസ്സിങ്ങിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഹൈലി കോമ്പറ്റീറ്റീവ് ആണ് ഇപ്പം ജർമ്മനിയിലൊരു പ്രോസസ്സിങ്.
നോക്കുകയാണെങ്കിൽ ഏജൻസീസിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, അല്ലാതെ പ്രൊഫൈൽ വൈസ് സ്റ്റുഡൻസിൻ്റെ ഒരു ഹൈ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഇപ്പം പല യൂണിവേഴ്സിറ്റീസിലും ഉള്ള ഹൈ മാർക്സ് ഒക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ. സോ ആ ഒരു ഫീൽഡിൽ ഇപ്പോൾ ഉള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, അത് ഒരു ഹെൽത്തി ആണോ, അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്നുണ്ടായ ഒരു ചേഞ്ച് ആണല്ലോ ജർമ്മനി എന്ന് പറയുന്നത്. UK അല്ലെങ്കിൽ കാനഡ ഒക്കെ ഡൗൺ ആയപ്പോൾ ഉണ്ടായിരുന്നത് ആ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, റിയൽ സിറ്റുവേഷൻ ഉണ്ടല്ലോ നമ്മുടെ മാർക്കറ്റിലുള്ള, അത് എങ്ങനെയാണൊരു നമുക്കതിനൊരു കോമ്പറ്റീഷൻ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഹെൽത്തിയാണ്. എൻമൈൻസിനെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റീഷൻ കൂടുന്നതാണ് നല്ലത്. ബിക്കോസ് കോമ്പറ്റീഷൻ കൂടുക എന്ന് പറയുമ്പോൾ എക്സ്പേർട്ടൈസ് ഇല്ലാത്ത ഒരുപാട് ആളുകളാണ് ഇതിലേക്ക് വരുന്നത്. വി സ്റ്റാർട്ടഡ് ബാക്ക് ഇൻ 2020-21 ആ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഇത്ര അധികം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. ജർമ്മനിയിലേക്ക് പോകുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ലാസ്റ്റ് ഒരു 1-2 ഇയേഴ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UK പോകുന്ന സ്റ്റുഡൻസിൻ്റെ നമ്പർ കുറഞ്ഞു, കാനഡയിലേക്ക് പോകുന്ന സ്റ്റുഡൻസിൻ്റെ നമ്പർ കുറഞ്ഞു, ഓസ്ട്രേലിയ ഈസ് ഹാവിങ് പ്രോബ്ലംസ്, അയർലൻഡ് ഓൾസോ ഇപ്പോൾ കുറച്ച് വിസ റിജക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. US ഡെഫിനറ്റായിട്ടും കേരളത്തിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് പോകുന്നില്ല. അപ്പം ഇവിടെ ഒരുപാട് പേര് പോകാനുണ്ട് പുറത്തേക്ക്, അവർക്ക് എവിടെയെങ്കിലും ഒരു ഓപ്ഷൻ വേണം. അങ്ങനെ നോക്കുന്ന സമയത്തേക്ക് ഡെഫിനറ്റായിട്ടും ജർമ്മനി ഈസ് എമേർജിങ് ആസ് എൻ ഓപ്ഷൻ. പിന്നെ ഇതിൽ വേറൊരു സിനാരിയോ എന്താണെന്ന് വെച്ചാൽ UK ഇപ്പോൾ ഒരു 1000-2000 നമ്പർ ചെയ്തിരുന്ന കൺസൾട്ടൻസീസിൻ്റെയൊക്കെ നമ്പേഴ്സ്, സ്റ്റുഡൻസിൻ്റെ നമ്പേഴ്സ് ഡെഫിനറ്റായിട്ടും UK ഒരുപാട് സ്റ്റുഡൻസ് പോകുന്നില്ലല്ലോ, അവർ കുറഞ്ഞിട്ടുണ്ട്. ദേ മൈറ്റ് ഹാവ് ഇൻവെസ്റ്റഡ് ഹ്യൂജ്ലി ഇൻ ഇൻഫ്രാസ്ട്രക്ചർ. അത് നിർത്തി പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ദേ റിക്വയർ സം അതർ കൺട്രി. അപ്പം അവരൊക്കെ ജർമ്മനിയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജർമ്മനി അങ്ങനെ പോകേണ്ട ഒരു കൺട്രി അല്ല. പ്രോപ്പറായിട്ട് ടെക്നിക്കൽ എക്സ്പേർട്ടൈസ് ഇല്ലാതെ എനിവൺ കാൺ പുൾ ദിസ് ഓഫ്. അപ്ലിക്കേഷൻ കിട്ടുക എന്ന് പറയുന്ന അത്ര, അപ്ലിക്കേഷനായിട്ട് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്ന അത്ര എളുപ്പമല്ല. ഇന്നെ ബിസിനസ് പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്തേക്ക് ഈ ചെറിയൊരു സമയം കൊണ്ടൊരു ടീമിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, ഈ ഒരു പ്രോസസ്സിങ് എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. സോ മോസ്റ്റ് ഓഫ് ദ ഏജൻസീസ് വാട്ട് ദേ ഡു ഇസ് ആക്ച്വലി ദേ ഗോ ഫോർ എ B2B സെക്ഷൻ. B2B ആയിട്ട് ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കുക ജർമ്മനിയിലിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ജർമ്മനിയിലിരിക്കുന്ന ഒരു ടീമായിരിക്കും. അവിടെയാണ് നേരത്തെ പറഞ്ഞ ട്രാൻസ്പാരൻസിൻ്റെയും അക്കൗണ്ടബിലിറ്റിയുടെ ഒക്കെ പ്രശ്നം വരുന്നത്. അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവില്ല. അതായത് ഒരു കൺസൾട്ടൻസി മോശമല്ല, കൺസൾട്ടൻസീസിക്ക് ചിലപ്പം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കൊടുക്കുന്നുണ്ടാവില്ല, സ്റ്റുഡൻസിൻ്റെ അടുത്തേക്ക് അത് എത്തുന്നുണ്ടാവില്ല. സോ അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻസ് ഈസ് ആക്ച്വലി സ്റ്റുഡൻസ് വിൽ ബി എൻഡിങ് അപ്പ് ഓൺ ദ ലൂസിങ് എൻഡ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ രീതിയിൽ UK കണ്ടുകൊണ്ടിരുന്നിരുന്ന ആഡുകൾ ഒരുവിധം കൺസൾട്ടൻസീസൊക്കെ ജർമ്മനി ചെയ്യുന്നുണ്ടല്ലോ, പബ്ലിക് യൂണിവേഴ്സിറ്റി ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ആൻഡ് അത്രയധികം കളർഫുള്ളായിട്ടുള്ള ആഡ്സും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഞാൻ പേഴ്സണലി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജർമ്മനി പബ്ലിക് യൂണിവേഴ്സിറ്റി നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു ഗ്ലാമർ കണ്ടിട്ട് ചെയ്യേണ്ടതല്ല. റൈറ്റ്, ഇതിൻ്റെ ഒരു പ്രോപ്പർ പ്രോസസ്സ് മനസ്സിലാക്കി ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് മനസ്സിലാക്കിയിട്ട് മാത്രമായിരിക്കണം യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു ഇറ്റ്. ദാറ്റ് ഈസ് ദ ക്രക്സ് ആക്ച്വലി. അത് മിസ്സൗട്ടായി പോകുന്ന സമയത്തേക്ക് വാട്ട് ഹാപ്പൻസ് ഇസ് ആക്ച്വലി സ്റ്റുഡൻസിന് ഒരു ഇൻടേക്ക് തന്നെ മിസ്സായി പോയേക്കാം, കുറേ ഫൈനാൻഷ്യൽ ലോസസ് ഉണ്ടായേക്കാം. യു വോണ്ട് ബിലീവ് ആക്ച്വലി. ഇപ്പം ഞാൻ പ്രോസസ്സ് ചെയ്യുന്ന ക്ലോസ് ടു 20% ഓഫ് അവർ പ്രൊഫൈൽസ് ഒരു പ്രാവശ്യം ഓൾറെഡി ട്രൈ ചെയ്തിട്ട്, അതായത് പല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏജൻസീസിലും ട്രൈ ചെയ്തിട്ട് കിട്ടാതെ നമ്മളടുത്ത് വന്നിട്ടുള്ളതാണ്. ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന് ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 വേർഡ്സ് തന്നെയാണ്. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. ദാറ്റ്സ് വാട്ട് വി ആർ പ്രൊവൈഡിങ്. ദാറ്റ് ഇസ് വാട്ട് ആർ USPs. നമ്മുടെ വേറൊരു ഏരിയ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പാരൻസിനൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ജോബ്, മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള ജോബ് എങ്ങനെയാണ് ജർമ്മനിൽ, അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ്. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ ഒരു കോഴ്സിന് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്നത് ഇപ്പോൾ പാരൻസ് ആണെങ്കിൽ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയുണ്ട്, ലാസ്റ്റ് ഇയർ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എങ്ങനെയാണ്. സോ പബ്ലിക് യൂണിവേഴ്സിറ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ, സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ ജർമ്മനിയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് ഒരു ചാൻസസ് ഒക്കെ എങ്ങനെയാണ് അതിൻ്റെ? 2 തരത്തിൽ പറയാം. പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഫോർ ദാറ്റ് മാറ്റർ ജർമ്മനി ആസ് എ കൺട്രിയിൽ നമ്മളെ നാട്ടിലത്തെ പോലെ പ്ലേസ്മെൻറ്റ് ആരും കൊടുക്കില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ചിട്ട് അവർ ഓരോ വർഷം ഒരു Deutschland.de എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ജർമ്മനി എന്ന് പറഞ്ഞൊരു മാഗസിൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ മാഗസിനിൽ ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ചിട്ട് 17 മില്യൺ ജോബ്സ് വേക്കൻ്റ് ആണ് ജർമ്മനിയിൽ. എല്ലാ സെക്ടറിലും ഉണ്ട്. അതിൽ ടോപ്പ് 4 വരുന്നത് IT സെക്ടർ ഉണ്ട്, പിന്നെ ഹെൽത്ത് കെയർ സെക്ടർ ഉണ്ട്, ലോജിസ്റ്റിക്സ് സെക്ടർ ഉണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു റിന്യൂവബിൾ സൈഡിലേക്കുള്ള സെക്ടേഴ്സാണ് കൂടുതലായിട്ട് വരുന്നത് ആക്ച്വലി. അപ്പം ഇതിലൊക്കെ ജോബ്സ് ഒഴിവ് കിടക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 17 മില്യൺ ജോബ്സാണ്. 17 മില്യൺ എന്ന് പറഞ്ഞാൽ 1,70,00,000 ജോബ്സാണ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ ദാറ്റ് ഡസൻ മീൻ ഇവിടുന്ന് പോകുന്ന എല്ലാവർക്കും ജോലി കിട്ടുമെന്നല്ല. റൈറ്റ്, ദ എക്കണോമി ഈസ് ഓപ്പണിങ്. ദേ ഡെഫിനറ്റ്ലി റിക്വയർ ദിസ് മച്ച് പീപ്പിൾ. പക്ഷേ ദേ വാണ്ട് ദ റൈറ്റ് പീപ്പിൾ.
റൈറ്റ് പീപ്പിൾ എന്ന് പറയുന്ന സമയത്തേക്ക് ദേ വാണ്ട് സമ്മൺ ഹു ക്യാൻ സ്പീക്ക് ദർ ലാംഗ്വേജ് ആൻഡ് ഹു ഹാസ് ദ സ്പെസിഫിക് സ്കിൽ സെറ്റ് വിച്ച് ദേ ആർ ലുക്കിംഗ് ഇൻ ടു. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ജോബ് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പാരൻസിൻ്റെ അടുത്ത്, ഇങ്ങനെ ചോദിക്കുന്ന പാരൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ജോലി കിട്ടുമോ എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ കുട്ടിയുടെ കയ്യിലിരിക്കും, ഇവിടുന്ന് പോകുന്ന കുട്ടിയുടെ കയ്യിലിരിക്കും. അതിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ ക്യാൻ ഗൈഡ് ദം പ്രോപ്പർലി, ബട്ട് റെസ്റ്റ് ദേ ഹാവ് ടു ഡു ബൈ ദംസെൽഫ്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജർമ്മനി ഇപ്പോൾ ഉള്ളൊരു സിനാരിയോയിൽ ദേ ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് സെക്യൂറിങ് എ ജോബ് ഇൻ ജർമ്മനി. ജർമ്മനി ഡെഫിനറ്റ്ലി ഹാവ് ജോബ്സ് അക്കോർഡിംഗ് ടു ദ ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, നമുക്കിനി അത് വേറൊരു ലാസ്റ്റ് ഇതിൻ്റെ ഒരു എൻഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ വർക്ക് കൾച്ചറിനൊക്കെ രീതിയിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പം ജർമ്മനിയുടെ പ്രോസസ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമുക്ക് പലപ്പോഴും നമ്മൾ അവർ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ജർമ്മനിയിൽ എത്തിയ ആൾക്കാർ ചോദിക്കുമ്പോഴും അവർ പറയുന്ന കുറേ ഏരിയാസ് ഉണ്ടല്ലോ, നമ്മളെ കയറ്റി വിട്ടു എന്നല്ലാതെ പിന്നൊരു സംഭവം ഇല്ല, അല്ലെങ്കിൽ എമൗണ്ട് വാങ്ങി വെച്ചു അതിൻ്റെ അപ്പുറത്തേക്കൊരു സാധനമില്ല, അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ എടുത്തോടെ നമ്മളായിട്ടുള്ള കോൺടാക്റ്റ് വിട്ടു. അതായത് നമ്മുടെ ഒരു പെർസ്പെക്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് ചിലപ്പം ഒരാളുടെ കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യണത് അവരെ. അതെന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടേമിലേക്കുള്ളതല്ല, ഒരു ലോങ് ടേം കോൺടാക്റ്റാണ് നമ്മൾ ചെയ്യണത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ നമുക്ക്, അല്ലെങ്കിൽ നമുക്കൊരു ടേക്ക് അവേ ഇടുന്നത് മോണിറ്ററി ബെനിഫിറ്റ്സ് അല്ലാതെ അതിനെങ്ങനെയാണ് നമ്മൾ നോക്കി കാണേണ്ടത് ശരിക്കും? കാരണം എല്ലാവരും ചെയ്യുന്നുണ്ട് ഈ പരിപാടി. അപ്പോൾ നമ്മളെങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളതുണ്ടല്ലോ. കാരണം ഒരാൾക്ക് അഡ്മിഷൻ എടുത്തിട്ട് അയാൾ പറഞ്ഞു കഴിച്ചു ക്ലോസ്, അതാണോ? അല്ലെങ്കിൽ അല്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ബ്രോഡർ വിഷൻ ഐ സേ. അതായത് എങ്ങനെയെങ്കിലും സ്റ്റഡി അബ്രോഡ്, ഇപ്പം എനിക്ക് താല്പര്യമുള്ള കുറേ ഏരിയകളിലൊരു വേർട്ടിക്കൽ മാത്രമാണ് സ്റ്റഡി അബ്രോഡ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രാജ്യത്തേക്ക് കയറ്റി വയ്ക്കണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. ജർമ്മനി സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നു. ഇനീഷ്യലി നമുക്കൊരു എക്സ്പേർട്ടൈസ് ഉണ്ട്. ജർമ്മനി ആണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്ന, തമാശയ്ക്കാണെങ്കിലും പറയുന്നൊരു കാര്യം, എൻ്റെ കൂടെ ഒരു കൗൺസിലിംഗ് സെഷൻ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്നുകിൽ അവർ ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്യും, അല്ലെങ്കിൽ അവർ ഫോർവേഡ് ചെയ്യും. ഇത് രണ്ടാണെങ്കിൽ നല്ലതാണ്. വൈ? ബിക്കോസ് മുന്നോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേ ഡെഫിനറ്റ്ലി വിൽ ഹാവ് എ ക്ലാരിറ്റി, റൈറ്റ്? ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ദേ ഡെഫിനറ്റ്ലി വിൽ ഹാവ് എ ക്ലാരിറ്റി. ദേ ഗോട്ട് ദ ക്ലാരിറ്റി വിച്ച് ദേ ആർ സീക്കിംഗ് ഇൻ ടു, റൈറ്റ്? എപ്പോഴും സ്റ്റുഡൻസ് പറയുന്നൊരു, അവിടെ എത്തിയിട്ട് നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മൾ വഴി പോയിട്ടുള്ളൊരു 200-250 സ്റ്റുഡൻസ് ഉണ്ടാവുമായിരിക്കും. ഇവരൊക്കെ ആയിട്ട് നമ്മളിപ്പോഴും പേഴ്സണലി കോൺടാക്ട്സ് ഉണ്ട്. കൗൺസിലേഴ്സ് ആണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ പേഴ്സണലി കോൺടാക്ട്, ഫോർ ദാറ്റ് മാറ്റർ അവരുടെ ഫാമിലീസ് ആയിട്ട് പോലും. എപ്പോഴും എനിക്ക് കേൾക്കുന്ന ആദ്യത്തെ ഒരു 1 വീക്ക് 2 വീക്സിൽ കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു ഫോൺ കോൾ എപ്പോഴും ഇവർ പറയുന്നൊരു കാര്യം, സാറ് പറഞ്ഞ അത്ര വേസ്റ്റ് അല്ലല്ലോ ജർമ്മനി എന്നാണ് പറയുക. വാട്ട് വി ഡു ഇസ് ആക്ച്വലി വി പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ്, റൈറ്റ്? പിന്നെ അവർക്ക് കിട്ടുന്നതെല്ലാം ബോണസാണ്. അവരുടെ ഒരു വേസ്റ്റ് കേസ് സിനാരിയോ ആയിരിക്കും നമ്മളിവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. നമ്മൾ പറഞ്ഞു കൊടുക്കാത്തതായിട്ട് ഒരു സഡൻ സർപ്രൈസസും ഒരു സ്റ്റേജിലും, ആപ്ലിക്കേഷൻ സ്റ്റേജിലാണെങ്കിലും പോസ്റ്റ് ലാൻഡിങ് ജർമ്മനിയിൽ എത്തിയിട്ടുള്ള സ്റ്റേജിലാണെങ്കിലും ഒരു സഡൻ സർപ്രൈസും ഇതുവരെ നമ്മളെ ഒരു സ്റ്റുഡൻറ്റിനും ഉണ്ടായിട്ടില്ല, റൈറ്റ്? അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇറ്റ്സ് പാർട്ട് ഓഫ് എ ബ്രോഡർ വിഷൻ. നമ്മളൊരാളുടെ ജീവിതത്തിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പം അതങ്ങനെ ചെയ്യുന്ന സമയത്തേക്ക് ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് എനിക്ക് കഴിഞ്ഞൊരു ഏതോ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ഒരുപാട് കോൾസ് ജർമ്മനിയിൽ നിന്ന് കിട്ടാറുണ്ട്. അതൊരു ഡിസ്ട്രസ് കോൾ പോലെ തോന്നാറുണ്ട്. ഇവരൊക്കെ മിക്കവാറും രാവിലെ എഴുന്നേൽക്കുന്നുണ്ടാവുക അവരെ വിട്ട കൺസൾട്ടൻസീനെ ചീത്ത പറഞ്ഞുകൊണ്ടായിരിക്കും. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ വീട്ടിലത്തെ ചോറ് ആലോചിച്ചിട്ട് ചീത്ത പറയുന്നുണ്ടാവുക അവരുടെ കൺസൾട്ടൻസീനെ ആയിരിക്കും. രാത്രി കിടന്നുറങ്ങുന്നുണ്ടാവുക അവരുടെ കൺസൾട്ടൻസീനെ ചീത്ത പറഞ്ഞുകൊണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് മൈൻഡിലെങ്കിലും അവരെ കൊണ്ടാണല്ലോ എനിക്ക് ഈ സിറ്റുവേഷൻ വന്നത് എന്നുള്ളത്. ഐ ഡോണ്ട് വാണ്ട് ടു ബി ദാറ്റ്, റൈറ്റ്? അപ്പം ദാറ്റ്സ് വാട്ട്. ഇത് ശരിക്കും ഒരു ബ്രോഡർ വിഷൻ്റെ ഒരു പോർഷൻ തന്നെയാണ്. ഒരാളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്ന ബ്രോഡർ വിഷൻ്റെ ഒരു ഭാഗം തന്നെയാണത്.